Hey guys, welcome back to NK Edit. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ബൗൺസ് ഷേക്ക്, അതായത് നമ്മൾ അലൈറ്റ് മോഷനിലൊക്കെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ബൗൺസ് ഷേക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ ഗൈസ്, അതിനുവേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവുക. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഒരു ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ VPN കൂടെ കണക്ട് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. ദെൻ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. നമ്മളൊന്ന് ഇതിലേക്കൊരു ക്ലിപ്പ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് അടുത്തത് നിങ്ങളുടെ ഫോർമാറ്റ് റേഷ്യോ ഒക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയായിരിക്കും എങ്ങനെയാണ് ഒരു വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇതൊരു ക്ലിപ്പ് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് അത്ര ഫീലൊന്നും തോന്നില്ല. നമ്മളൊരു ഓഡിയോ ബീറ്റ് മാർക്കിനൊക്കെ അനുസരിച്ച് ഈ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരുമ്പോൾ മാത്രമേ കറക്റ്റ് ഫീലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് ആ ഒരു ക്ലിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എഫക്ട്സ് പോവുക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഒബ്ലിക് ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിവിടെ ഒബ്ലിക് ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചെറുതാക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ വലുതാക്കാം. ദെൻ പറഞ്ഞാൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. അതായത് ബ്ലറിൻ്റെ വാല്യൂ നമ്മളൊരു 50ലേക്ക് സെറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള റൊട്ടേറ്റിൻ്റെ വാല്യൂ ഒന്നൊരു 25ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ദെൻ ഇതേപോലെ അടുത്തൊരു ഇതുപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ടൈം ലൈനിൽ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ലൈൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് റെക്കോർഡ് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒന്ന് പോസ് ചെയ്തത്. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഒബ്ലിക് ബ്ലർ ലെയർ സെലക്ട് ചെയ്യുക, നമ്മൾ അഡ്ജസ്റ്റ് എടുക്കുക. ഇതിൽ നമ്മൾ ബ്ലർ എന്ന് പറഞ്ഞാൽ ഒരു 35ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ബ്ലറിൻ്റെ വാല്യൂ ഒരു 35ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റിൻ്റെ വാല്യൂ ഒരു 15ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് 15 സെറ്റ് ചെയ്യുക. എന്നാൽ അടുത്ത ലെയറിലേക്ക് 3 ലെയറാണ് നമ്മൾ എടുക്കുന്നത്. മൂന്നാമത്തെ ലെയർ എടുക്കുക. ഇതിൽ വന്ന് ബ്ലറിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 25ലേക്ക് സെറ്റ് ചെയ്യുക. കറക്റ്റ് 25 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ റൊട്ടേറ്റിൻ്റെ വാല്യൂ എടുക്കുന്നത് 10 ആണ്. ഓക്കെ, കറക്റ്റ് 10 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു 3 എഫക്റ്റ് നമ്മൾ കോപ്പി, അതായത് ഈ ഒബ്ലിക് ബ്ലറിൻ്റെ 3 ലെയർ കോപ്പി ചെയ്ത് എല്ലാ ലെയറിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഈ ലെയർ തന്നെ ഇവിടെ വെക്കുക, സെക്കൻഡ് അങ്ങനെ ഓർഡറിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വന്ന് 3 ലെയറിലേക്കും കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒബ്ലിക് ബ്ലറിൻ്റെ ഈ ഒരു ലെയറിൻ്റെ ലെങ്ത്ത് വന്ന് ഇത്ര എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു ക്ലിപ്പിൻ്റെ ബ്ലർ ഇല്ലാത്ത ഭാഗത ഇത്ര പോലെ ഭാഗം മാത്രമേ വരൂ. അതപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വന്ന് ക്ലിപ്പ് ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഒബ്ലിക് ബ്ലറിൻ്റെ സൈസ് ഒന്ന് കുറച്ച് ഇതേപോലെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിലേക്ക് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഫസ്റ്റ് ഇതേപോലെ നമ്മൾ അതായത് ഫസ്റ്റ് ക്ലിപ്പിൻ്റെ ഫസ്റ്റ്, അതേപോലെ സെൻറ്ററിൽ, അതേപോലെ എൻഡിൽ ഇതേപോലെ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. നമ്മൾ അലൈറ്റ് മോഷൻ പോലെയല്ല, ക്യാപ്കട്ടിൽ എല്ലാറ്റിനും കീ ഫ്രെയിംസ് ഇവിടെ നിന്ന് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഓരോന്നിനും ഓരോ കീ ഫ്രെയിംസ് അങ്ങനെ ഇല്ല. ഇവിടെ കോമൺ ആയിട്ട് ഒറ്റ കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ 3 കീ ഫ്രെയിംസാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇതേപോലെ ഫസ്റ്റ്, സെൻറ്റർ, എൻഡ്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ബിഗിനേഴ്സായിട്ടുള്ള ആരും കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പ്രോ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടോ സ്കിപ്പ് ചെയ്തിട്ടോ കാണുക. ഓക്കെ, മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണാം, എന്നാൽ മാത്രമേ എനിക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ ഫസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വരിക. ഒന്ന് ഇതേപോലെ സൂം ചെയ്യുക. ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞാൽ സൂമാണ്. ദെൻ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിലേക്ക് വരിക. ഇവിടെയും നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് സൂമാണ്, രണ്ടാമത്തെ ഇതേപോലെ താഴേക്ക് ഒന്ന് സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇനി എല്ലാ ക്ലിപ്പിലും സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് വരിക. ഫസ്റ്റ് ഒന്ന് ഇതേപോലെ സൂം ചെയ്യുക, ഒന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കീ ഫ്രെയിമിലേക്ക് വരിക, ഒന്ന് സൂം ചെയ്യുക, ഒന്ന് താഴേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഇത് നിങ്ങൾ എത്ര ക്ലിപ്പിലാണോ ഈ ഒരു സംഭവം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ക്ലിപ്പിലും ഈ ഒരു സെയിം പ്രോസസ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്ലിപ്പായതുകൊണ്ട് 3 ക്ലിപ്പിലും കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് കർവ് കൊടുക്കണം. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, കർവ് ഓപ്ഷൻ, ഗ്രാഫ് ഓപ്ഷനിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് ഔട്ട് 1 പറഞ്ഞിട്ട് ഒരു കർവ് ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റത്തെ 2 കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ, അതായത് സെക്കൻഡും എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈസ് ഇൻ 1 ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ,
ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവായി കൊടുത്തുകൊടുക്കുക. രണ്ടാമത്തെ ക്ലിപ്പിലും സെയിം കർവ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇതേപോലെ എല്ലാറ്റിലും ഇവിടെ തന്നെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതേപോലെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അൺഫോൾഡ് എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു ടൈം കൊടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലിപ്പ് എത്ര സെക്കൻഡ് ആണോ അതിൻ്റെ നേരെ പകുതി. ഞാൻ ഇപ്പോൾ ഒരു 0.8 സെക്കൻഡ് എടുത്തുകൊണ്ട് തന്നെ 0.4 സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് സ്ക്രോൾ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അവിടെയും കൊടുക്കുക. ദെൻ അതും നമ്മൾ 0.8 തന്നെയാണ് എടുത്തിട്ടുള്ളത്. ദെൻ അടുത്തൊരു ക്ലിപ്പിലും സെയിം പ്രോസസ്സ് അൺഫോൾഡ് എന്നുള്ള ഒരു എഫക്റ്റ് കൊടുക്കുക. ദെൻ നമ്മളത് 0.4ലേക്ക് സെറ്റ് ചെയ്യുക, നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഏറ്റവും ഈ ഒരു താഴത്തെ ഭാഗം സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒപ്പാസിറ്റി ഉണ്ടാവും. ഇതിൽ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് കൊടുത്താൽ മതി. അവിടെ കീ ഫ്രെയിം കാണിക്കുന്നില്ലെങ്കിലും ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ മാറുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആണ് ഇതിൻ്റെ കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്ന്. ഇവിടെ നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്. ഒരു 40ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിം, അതായത് രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ഇതേപോലെ 40 ആക്കി കൊടുക്കുക. ഒരു ഫെയ്ഡ് ഔട്ട് പോലെ. ഓക്കെ, ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇത് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അൺഫോൾഡ് പറഞ്ഞ ഒരു ആനിമേഷൻ വരുമ്പോൾ എക്സ്പോഷർ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അപ്പം ഒരു ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് പോലെ കറക്റ്റായി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മൾ ക്യാപ്കട്ടിൽ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയാന്നുള്ളത്. അതായത് വളരെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡും കാര്യങ്ങളൊന്നുമല്ല. കർവും എല്ലാം ഓൾറെഡി ഇതിലുണ്ട്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോവുകയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.